السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഈ സ്വലാത്ത് ഒരുപാട് ശ്രേഷ്ഠതകളടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്തത്രയും പവിത്രതയുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു തആല ചൊല്ലിയ സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. മാത്രമല്ല മലക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമായ സ്വലാത്താണ് ഈ സ്വലാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മുഹിയുദ്ദീൻ ഷേഖ്, അതുപോലെ ഷാഹിൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുമാ തുടങ്ങിയ മഹത്തുക്കളൊക്കെ പതിവാക്കിയ സ്വലാത്തുകളിൽ ഒന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ഇതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. യൂസുഫ് നബ്ഹാനി അവിടുത്തെ അഫ്ളലുൽ സ്വലാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ജീവിതത്തിൽ ആരെങ്കിലും ഒരു തവണ ചൊല്ലിയാൽ തന്നെ അവൻ നരകത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ മറ്റു സ്വലാത്തുകൾ 6 ലക്ഷം തവണ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നും മാത്രമല്ല 40 ദിവസം തുടർച്ചയായി ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ മുഴുവൻ ദോഷങ്ങളും പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ടും ഉറക്കത്തിലും മനാമിലും ഇഖ്ലത്തിലും കാണുവാൻ, ഉറക്കത്തിലും ഉണർവിലും കാണുവാൻ നിദാനമാകുന്ന കാരണമാകുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ആരെങ്കിലും വ്യാഴാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലോ 4 റക്അത്ത് നിസ്കരിച്ച് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം സൂറത്തുൽ ഖദറും, അതുപോലെ 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇദാ സുൽസിലത് സൂറത്തും, അതുപോലെ 3ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ സൂറത്തും കാഫിറൂനയും 4ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മുഅവ്വിദതൈനിയും ഓതി നിസ്കരിച്ച ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ 1000 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ന് രാത്രി ഉറക്കത്തിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംഗമിക്കാൻ അവനിക്ക് ഭാഗ്യമുണ്ടാകും. ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഒരാൾ 100 തവണ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവന് കാണാൻ കഴിയും. അവൻ്റെ ആവശ്യങ്ങൾ മുഴുവനും അവൻ അറിയാതെ വീട്ടപ്പെടും. ഇതിൻ്റെ പ്രതിഫലം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. തിജാനി ത്വരീഖത്തിൻ്റെ ശൈഖായ സയ്യിദ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരുടെ ഖലീഫമാരോട് പറയാറുണ്ട്, നിങ്ങൾ ജനങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊടുക്കുക, അവർ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയാണ് ഇത്. ബഹുമാനപ്പെട്ട ഖുത്ബ് മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ ലോകത്തിലുള്ള മുഴുവൻ സ്വലാത്തുകൾ ചൊല്ലിയാലുള്ള പ്രതിഫലവും മുഴുവൻ സ്വലാത്തുകളുടെ രഹസ്യങ്ങളും അടങ്ങിയ ഒരു സ്വലാത്ത് അറിയിച്ചു തരാൻ വേണ്ടി ദീർഘകാലം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ പ്രകാശം കൊണ്ട് ഒരു കടലാസിൽ എഴുതി ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ് ഒരു സ്വലാത്ത്. ആ സ്വലാത്താണ് ഒരു കടലാസിൽ പ്രകാശം കൊണ്ട് എഴുതി മലക്കിനെ ഏൽപ്പിച്ച് മഹാനവറുകൾക്ക് ദുആക്കുത്തരം ചെയ്തുകൊണ്ട് പറഞ്ഞയച്ച മറുപടി നൽകിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, സ്വലാത്തുൽ ഫാത്തിഹിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്വലാത്തും ആരും എൻ്റെ മേൽ ചൊല്ലിയിട്ടില്ല എന്ന്. 7 ആകാശത്തിലും 7 ഭൂമിയിലുമുള്ള മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും ഈ സ്വലാത്തിൻ്റെ പ്രതിഫലം പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അത്രക്കും
വണ്ണമായ ധാരാളം പ്രതിഫലങ്ങളുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും യഖ്ളത്തിലും കാണുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിജാനി ത്വരീഖത്തിലെ ഉന്നതരായ പല ഔലിയാക്കളും പറയാറുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ ചൊല്ലുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ്റെ കാര്യത്തിൽ അത്ഭുതം തന്നെയാണ്. അഥവാ ഒരാൾ 100 തവണ ഒരു ദിവസം ഈ സ്വലാത്ത് ചൊല്ലുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ്യാതിരിക്കുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ കാണേണ്ടതാണ്, കണ്ടിരിക്കേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വെള്ളിയാഴ്ച രാവിലോ വ്യാഴാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലോ 1000 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുവാൻ ഔലിയാക്കൾ നിർദ്ദേശിക്കാറുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. വെള്ളിയാഴ്ച രാത്രി രാവിലോ അഥവാ വ്യാഴാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ചൻ്റെ അന്ന് രാത്രി ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലിക്കിടന്നുറങ്ങിയാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഉറക്കത്തിൽ സംഗമിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്, ഔലിയാക്കൾ പറഞ്ഞതാണ്. മാത്രമല്ല, ഒരു ആത്മീയ ഗുരുവിനെ, ഒരു ശൈഖിനെ തേടുന്നവർ സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കിയാൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ബറക്കത്തിനാൽ അവർ ആഗ്രഹിക്കുന്ന ശൈഖിനെ അവനിക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല, നമുക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിൽ 70,000 മറകളുണ്ട്. നമ്മുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ 70,000 മറകളുണ്ട്. അവ ഓരോന്നായി ഉയർത്തപ്പെടാൻ സ്വലാത്തുൽ ഫാത്തിഹ കാരണമാണ്. ഇസ്മുൽ ആലമിൻ്റെ സുഗന്ധം എന്ന വിശേഷണവും ഈ സ്വലാത്തിന് ഉണ്ട്. അതുകൊണ്ട് ഈ സ്വലാത്ത് അഥവാ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരിൽ നാം ഉൾപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വലാത്തുൽ ഫാത്തിഹ് ദിനേനെ നാം പതിവാക്കി ചൊല്ലേണ്ടതാണ്. ഒരുപാട് ബറക്കത്ത്, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മീയമായ ഉയർച്ച നമുക്ക് ലഭിക്കും. ഒരുപാട് സിറുകൾ ഈ സ്വലാത്തിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിനല്ലാതെ അറിയാത്ത ഒരുപാട് സിറുകൾ ഈ സ്വലാത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് പതിവാക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.